ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിയുണ്ട. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം വെക്കേഷനാണല്ലോ, അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുക്കാണ്ട് നമുക്കിങ്ങനെ നല്ല ഒരു അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകി ഒരു 2 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം അരിയെല്ലാം ഒന്ന് വെള്ളമൊക്കെ മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ പുട്ടിൻ്റെ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ മോൻ എത്തിയിട്ടുണ്ട്. അവൻ അരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ബാച്ചായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അവൻ ആസ്വദിച്ചിരുന്ന് പൊടിയൊക്കെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായി നമ്മൾ ചിരകിയത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി എല്ലായിടത്തും പറ്റത്തക്ക രീതിയിലൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. എല്ലാം ഒന്ന് നന്നായി തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കിവിടെ വെച്ച് കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്നെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമ്മൾ അവലോസ് പൊടി വറുക്കും പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇതുപോലെ അവലോസ് പൊടിയുടെ അത്രയും ഇതിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കാരണം അതിനകത്ത് കുറച്ച് കട്ടകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഒരു ബാച്ച് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കുറേശ്ശെയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവനായി നമ്മൾ എടുക്കുന്നില്ല. ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര എടുക്കുന്നത്. ഞാനൊരു 2 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3/4 ഗ്ലാസോളം വെള്ളവും വെച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അതിനകത്ത് കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് കുറുവി ഒരു നൂൽ പരുവമൊന്നും ആവണ്ട. അത്രയൊക്കെ പോയാൽ നമ്മുടെ അരിയുണ്ട കട്ടിയായി പോവും. ഒന്ന് തൊട്ട് നോക്കുമ്പം കയ്യിലിങ്ങനെ ഒട്ടുന്ന ഒരു പരുവം മതി. ഇത്രയും മതി. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചുക്കും ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടി എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. കൈ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ അത്ര കുറച്ചൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചൂടിൽ നമുക്കിത് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഇത് ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കണ്ട. ചെറിയ ലൂസായിട്ട് മതി. ഒത്തിരി ടൈറ്റ് ആക്കിയാൽ കട്ടിയായി പോവും. അങ്ങനെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിൽ ആ അവലേസ് പൊടിയിലൂടെ ഒന്ന് റോൾ ചെയ്ത് എടുത്ത് വെക്കാം. നമ്മുടെ എല്ലാ അരിയുണ്ടയും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഉള്ള അരിയുണ്ടയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്